ब्रह्मा बाबा आंखों के सामने से आंखों में तुम समाए थे आज ही के दिन। ओ प्राण प्यारे बाबा प्राणों को करके अर्पण संपूर्णता को पाए थे आज ही के दिन। ओ प्यारे ब्रह्मा बाबा सामने से आंखों में तुम समाए थे आज ही के दिन। 18 जनवरी 18 जनवरी 18 जनवरी आज ही के दिन। कहते हैं त्याग तप किसको सब करके वो सिखलाया। कहते ही नहीं थे बाबा सब करके भी दिखलाया। कहते हैं त्याग तप किसको सब करके वो सिखलाया। कहते ही नहीं थे बाबा सब करके भी दिखलाया। बन उदाहरण दिखलाए आज ही के दिन। आंखों में तुम समाए थे आज ही के दिन। ओ प्यारे ब्रह्मा बाबा आंखों के सामने से आंखों में तुम समाए थे आज ही के दिन। ओ प्यारे ब्रह्मा बाबा ब्रह्म बाबा ओ प्राण प्यारे बाबा ब्रह्म बाबा। ഓം ശാന്തി. കഴിഞ്ഞ ദിവസം നമ്മൾ ബാബ കാശ്മീരിൽ നിന്ന് തിരിച്ചെത്തിയ സമയത്ത് സത്സംഗത്തിൽ വന്ന പുതിയ പുതിയ ആത്മാക്കളുടെ അനുഭവം കേട്ട് ആശ്ചര്യപ്പെടുന്നതാണ് മനസ്സിലാക്കിയത്. ഒപ്പം ശിവബാബ എങ്ങനെ ആത്മാക്കളെ ബാബയുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നു, അതിന് തൻ്റെ രഥത്തെ ബാബ എങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ബ്രഹ്മബാബയ്ക്ക് ബോധ്യമായി. അപ്പോൾ ഇത് ഓരോ സംഭവങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ബ്രഹ്മബാബയ്ക്ക് തന്നെ ബാബയെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലാണ് പരമാത്മ തൻ്റെ കാര്യങ്ങളെ, യജ്ഞകാര്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇത് ഓരോന്നും കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഭഗവാൻ ഭൂമിയിലേക്ക് വരിക മാത്രമല്ല, വന്ന് യജ്ഞം ആരംഭിച്ച് ഇതിൻ്റെ മുന്നോട്ടുള്ള ഓരോ സ്റ്റെപ്പിൽ ഓരോ ആത്മാക്കളെയും ബാബയുടെ വീട്ടിൽ കൊണ്ടുവന്ന് എത്തിക്കുന്നതും ശിവബാബ തന്നെയാണ്. ബ്രഹ്മബാബയെ സാക്ഷിയായിട്ട് കണ്ടെല്ലാം അത്ഭുതപ്പെടുകയാണ്. അപ്പം നമ്മളും ഓരോരുത്തരും ഇപ്പം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഓരോരുത്തരും ബാബ വീട്ടിലേക്ക് എങ്ങനെ വന്നു? തീർച്ചയായും ഭഗവാന്റെ ദൃഷ്ടി നമ്മുടെ മേലെ ഉണ്ട്. ബാബ തന്നെയാണ് നമ്മളെ എല്ലാവരെയും കൊണ്ടുവന്നിരിക്കുന്നത്, അല്ലേ?
അപ്പം നമ്മൾ ഓരോരുത്തരും എത്ര ഭാഗ്യശാലി ആത്മാക്കളാണെന്ന് ആലോചിക്കണം. നമ്മൾ വന്നത് പല നിമിത്ത മാർഗങ്ങളിലൂടെ ആയിരിക്കാം. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ എങ്ങനെ ബാബ വീട്ടിലെത്തി? നമ്മുടെ വീട്ടിലും നമ്മുടെ നാട്ടിലും എത്ര ആൾക്കാരുണ്ട്? അതിലെത്ര പേർക്ക് ബാബയുടെ വീടെത്താൻ പറ്റിയിട്ടുണ്ട്? എത്തിയവരിൽ തന്നെ എത്ര പേര് ബാബയുടേതായിട്ട് ഇന്ന് ജീവിക്കുന്നുണ്ട്? ആലോചിച്ച് നോക്കൂ അല്ലേ? അതുകൊണ്ടാണ് ബാബ എപ്പോഴും എന്ത് പറയുന്നത്? കോടിയിലും ചിലർ, അതിലും ചിലർ. അതിലൊരാളാണ് ഞാൻ. ചില്ലറക്കാരിയാണോ? എപ്പോഴും നമ്മൾ നമ്മുടെ ഭാഗ്യത്തെ ഒപ്പം ഭഗവാനെ സ്മരിക്കണം. ഇന്ന് നമുക്ക് ബാക്കി കേൾക്കാം. ബാബയെ കണ്ടുമുട്ടിയവർക്ക്, ദാദാ കാശ്മീരിലായിരുന്നപ്പോൾ വന്നവർ, ബാബ വന്നതിന് ശേഷമല്ലേ കാണുന്നത് ബ്രഹ്മബാബയെ, അവർക്ക് ആ കണ്ടുമുട്ടൽ അതിവിശിഷ്ടമായി തോന്നി. ആത്മസാക്ഷാത്കാരത്തിൻ്റെയും പവിത്രതയുടെയും പ്രകാശിതമായ പരിവേഷം ദാദയുടെ ശിരസ്സിന് മുകളിൽ അവർ ദർശിച്ചു. പുതിയവർ, ആത്മീയ ശക്തി ആ കണ്ണുകളിൽ നിറഞ്ഞു നിന്നിരുന്ന പ്രകാശരശ്മികൾ ആ കണ്ണുകളിൽ നിന്ന് പ്രവഹിക്കുന്നത് പോലെ അവർക്ക് അനുഭവപ്പെട്ടു. അദ്ദേഹത്തിന് അരികിൽ ഇരിക്കുകയെന്നാൽ, ദാദയുടെ അരികിൽ ഇരിക്കുമ്പോൾ ശാന്തിയിൽ അലിയുകയാണെന്ന് അവർക്ക് തോന്നി. ബാബയുടെ മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും ശീതളത മറ്റുള്ളവരെയും ശീതളമാക്കി മാറ്റി. ബാബയിലെ ശീതളത, ബാബയുടെ സർവകർമ്മേന്ദ്രിയങ്ങളുടെയും ശീതളത, ബാബയോടൊപ്പം സംബന്ധ സമ്പർക്കത്തിൽ വന്ന എല്ലാവരെയും ശീതളമാക്കി മാറ്റി. മറ്റാളുകളുടെ മധ്യത്തിലിരിക്കുന്ന അദ്ദേഹം കുപ്പിച്ചില്ലുകളുടെ മധ്യത്തിലെ രത്നം പോലെ ശോഭിച്ചു. തികച്ചും രാജകീയമായിരുന്നു അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം. എന്നാൽ വസ്ത്രധാരണവും ജീവിത രീതിയും വളരെ ലളിതം. വളരെയധികം ആളുകൾ അദ്ദേഹത്താൽ ആകർഷിക്കപ്പെട്ടു. വെറുതെ പഠിപ്പിക്കുന്ന ഒരാൾ മാത്രമായിരുന്നില്ല അദ്ദേഹം. പിന്നെയോ പരിശുദ്ധി നിറഞ്ഞതും വിജയകരവുമായ ഒരു ജീവിതം സ്വയം ജീവിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് അദ്ദേഹം മാതൃകയായി. പറയുന്ന ആളായിരുന്നില്ല, പിന്നെയോ ജീവിച്ച് മാതൃക കാണിച്ചു. കലിയുഗമാകുന്ന ഈ ചെളി നിറഞ്ഞ കുളത്തിൽ, കലിയുഗി ചെളിക്കുണ്ടിൽ ഒരു താമരപുഷ്പം പോലെ പരിശുദ്ധി നിറഞ്ഞ ഒരു ജീവിതം ഈശ്വരൻ്റെ ഓർമ്മയിൽ എങ്ങനെ നയിക്കാം? ഇത് അദ്ദേഹം സ്വന്തം ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തു. ബ്രഹ്മബാബ തൻ്റെ ജീവിതത്തിലൂടെ മാതൃക കാണിച്ചു. അദ്ദേഹത്തിൽ കൂടി ഈശ്വരീയ ലഹരി ഉൾക്കൊണ്ട ആത്മാക്കൾ അവരവരുടെ ജീവിതാനുഭവങ്ങൾ കവിതകളായി എഴുതി പാടുമായിരുന്നു. ബാബയുടെ സത്സംഗങ്ങളിൽ പ്രായപൂർത്തിയായവർക്ക് മാത്രമല്ല, ചെറിയ കുട്ടികൾക്ക് പോലും അത്യപൂർവമായ ദർശനങ്ങൾ ലഭിച്ചിരുന്നു. അതീന്ദ്രിയ സുഖത്തിൻ്റെ പരമോന്നത മേഖലകളിലേക്ക് ഉയർത്തപ്പെട്ട അവർക്ക് വരാൻ പോകുന്ന സ്വർഗത്തിൻ്റെ ദർശനങ്ങളും കിട്ടുമായിരുന്നു, ചെറിയ കുട്ടികൾക്ക് പോലും. ഇത്തരം അനുഭവങ്ങൾ കിട്ടിയിരുന്ന ആ കുട്ടികൾ തുടക്കം മുതൽ തന്നെ ബാബയോടൊപ്പം ഈശ്വരീയ സേവാധാരികളായി ജീവിച്ചു. കൊച്ചുകുട്ടികൾ
വളരെ നല്ല ദിവ്യദർശനങ്ങൾ കിട്ടിയവർ വളരെ കുഞ്ഞുനാൾ മുതലേ ഈശ്വരീയ സേവനങ്ങളിൽ തങ്ങളുടെ ജീവിതം സമർപ്പിച്ചു. സദാ ഈശ്വരൻ്റെ അരികിൽ ജീവിക്കുകയാണെന്ന അനുഭവമാണ് അവർക്കുണ്ടായത്. ഹൃദയമോഹിനി എന്ന പേര്, ഹൃദയമോഹിനി ദാദിജി, ഗുൽസാർ ദാദിജി എന്ന് നമ്മൾ പറയില്ലേ, ഇപ്പോൾ ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ മുഖ്യ പ്രശാസികയാണ് ദാദിജി. ദാദിജിയുടെ വാക്കുകളിൽ കൂടി നമുക്ക് അനുഭവങ്ങൾ കേൾക്കാം. ദാദിജി പറയാണ് സ്വന്തം ജീവിതാനുഭവം. ഏകദേശം 9 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ബാബയെ കാണുന്നത്. എത്ര വയസ്സ്? 9. ധാർമ്മിക കാര്യങ്ങളിൽ ശ്രദ്ധ വരേണ്ട ഒരു പ്രായമൊന്നും ആയിരുന്നില്ലല്ലോ എൻ്റേത് എന്ന് മാത്രമല്ല, വളരെ ചുറുചുറുക്കുള്ള, എല്ലായിടത്തും ഓടി നടക്കുന്ന, കൂട്ടുകാരുമായി കുസൃതി കാണിച്ച് ചിരിച്ച് കളിച്ച് നടന്നിരുന്ന ഒരു പ്രകൃതമായിരുന്നു എൻ്റേത്. ബാലചാബല്യങ്ങളിൽ മുഴുകിയിരുന്ന ഞാൻ ഒരു യോഗി ജീവിതം എന്നെങ്കിലും നയിക്കുമെന്ന് ആർക്കും പറയാൻ കഴിയുമായിരുന്നില്ല. അങ്ങനെയുള്ള ഒരു കുട്ടിക്കാലമായിരുന്നു എന്ന് പറയണത് ദാദി തൻ്റേത്. അങ്ങനെയുള്ള കുട്ടിത്തത്തിൻ്റെ കുസൃതികളിൽ ജീവിച്ചിരുന്ന കുട്ടിയായിരുന്നു. ഇത്തരം കാര്യങ്ങൾ, അതായത് ആത്മീയ വിഷയങ്ങൾ ആരെങ്കിലും പറഞ്ഞു തരാൻ തുടങ്ങുമ്പോൾ തന്നെ അവരുടെ മുൻപിൽ അല്പം സമയം പോലും അടങ്ങിയിരിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. ഒരു സായാഹ്നത്തിൽ സത്സംഗം നടത്താൻ ബാബയെ എൻ്റെ കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് ക്ഷണിച്ചിരുന്നു. അവർ ബാബയെ വളരെയധികം നിർബന്ധിക്കുകയും തൽഫലമായി ബാബ ആ വീട്ടിൽ തുടർച്ചയായി സത്സംഗങ്ങൾ നടത്തുകയും ചെയ്തു. ദാദിയുടെ വീട്ടിൻ്റെ അടുത്ത് ഗാനങ്ങളും നൃത്തങ്ങളും പ്രഭാഷണങ്ങളും ആ സത്സംഗത്തിലുണ്ടായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് ഈ കാര്യങ്ങളിലെല്ലാം വളരെ താല്പര്യമായിരുന്നു. ഗുൽസാർ ദാദിയുടെ അമ്മ ആൾറൗണ്ടർ ദാദി. ദാദിജി ബാബയുടെ യജ്ഞത്തിൽ ബാബയുടെ ഒരു മുഖ്യ സേവാധാരിയായിരുന്നു. പിന്നീട് ദാദി ലാസ്റ്റ് ഡൽഹിയിലാണ് സേവനം ചെയ്തിരുന്നത്. അതുകൊണ്ട് ദിവസവും അവർ ഈ സത്സംഗങ്ങൾക്ക് പോകുമായിരുന്നു. വളരെ പവർഫുള്ളായ ദാദിമാരിൽ ഒരാളായിരുന്നു. ഞാനും 2 തവണ അമ്മയോടൊപ്പം പോയി. കാരണം നൃത്തവും പാട്ടും എനിക്കിഷ്ടമായിരുന്നു. പിന്നെ അമ്മയുടെ കൂടെ പോയ അവിടെയൊക്കെ ഓടിച്ചാടി നടക്കാമല്ലോ സത്സംഗം നടക്കുമ്പോൾ, അതിനുവേണ്ടി ഞാൻ പോയിരുന്നു. എന്നാൽ ഒരു ദിവസം ഒരു വിചിത്രമായ സംഭവം ഉണ്ടായി. സത്സംഗത്തിലിരുന്ന എനിക്ക് പെട്ടെന്ന് അഗാധമായ ഏകാഗ്രത അനുഭവമായി. ഏതോ ഒരു ശക്തി ആ അവസ്ഥയിലേക്ക് എന്നെ വലിച്ചടിപ്പിക്കുന്നത് പോലെ, ആരോ അത്യധികമായ കാന്തശക്തിയാലും ആകർഷണത്താലും എന്നെ ഈ ലോകത്ത് നിന്ന്, ശരീരബോധത്തിൽ നിന്ന് തന്നെയും വിടുവിച്ച് അവിശ്വസനീയമായ അലൗകികത നിറഞ്ഞ മേഖലകളിലേക്ക് നയിക്കുന്ന അനുഭവമുണ്ടായി. എൻ്റെ അടുക്കലിരുന്ന അമ്മമാർ ഞാൻ ഉറങ്ങുകയാണെന്നാണ് ആദ്യം കരുതിയത്. അതായത് ഈ ട്രാൻസ് അവസ്ഥയിലേക്ക് പോകുമ്പോൾ കണ്ണുകൾ അടയുമല്ലോ. അപ്പോൾ ആദ്യം അടുത്തിരുന്നവർ വിചാരിച്ച് ഈ കുട്ടി ഇരുന്ന് ഉറങ്ങുകയാണെന്ന്. എന്നാൽ യാതൊരു ചലനവുമില്ലാതെ അതേ അവസ്ഥയിൽ ഇരുന്ന് അതേ പോസ്റ്ററിൽ തന്നെ അനക്കമില്ലാതെ ഞാൻ ഇരിക്കുന്നത്, വളരെയധികം സമയം ഇരുന്ന ഞാൻ ഒരു സമാധി അവസ്ഥയിലാണെന്ന് പിന്നീട് അവർ മനസ്സിലാക്കി. പക്ഷേ എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ
അതേപ്പറ്റി എത്ര കുറച്ച് മാത്രമാണ് അവർ മനസ്സിലാക്കിയത്. ഞാൻ ഈ ലോകത്തിനും അപ്പുറത്തുള്ള ഒരു പുതിയ ലോകത്തായിരുന്നു. അത്ഭുത ലോകത്തിൽപ്പെട്ട ആലീസിനെ പോലെ ഒരു ബന്ധനവുമില്ലാത്ത, ഭയത്തിൻ്റെ ലാഞ്ചന പോലുമില്ലാത്തൊരു ലോകത്തിലായിരുന്നു ഞാൻ. അതിമനോഹരമായി ആ അനുഭവം ദാദീനെ വിശദീകരിക്കുകയാണ്. എന്താണ് ആ ട്രാൻസ് അവസ്ഥയിൽ ദാദിക്കുണ്ടായ അനുഭവം? അതിമനോഹരമായ, അത്യാകർഷകമായ രീതിയിൽ അലങ്കരിച്ച വളരെ വലിയ ഒരു ഹാളിലായിരുന്നു ഞാൻ. കാണുന്നുണ്ടല്ലോ അല്ലേ കണ്ണിൽ? അതേപ്പറ്റി എങ്ങനെ വർണ്ണിക്കണമെന്ന് എനിക്കറിയില്ല. കാരണം ഈ ലോകത്ത് ഇന്ന് കാണുന്ന ഒന്നിനോടും അതിനെ ഉപമിക്കാൻ കഴിയില്ല. നാനാവർണ്ണങ്ങളിലുള്ള രത്നങ്ങൾ പതിച്ച അതിമനോഹരമായ ആഭരണങ്ങൾ മിന്നിത്തിളങ്ങുന്ന, കലാമൂല്യം നിറഞ്ഞ നെയ്ത്ത് വസ്ത്രങ്ങൾ. അവിടെ കണ്ട വസ്ത്രങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? മച്ചിൽ നിന്ന് തൂക്കിയിട്ടിരിക്കുന്ന ശാഖോപശാഖകളോടു കൂടിയ വെളുത്ത രത്നങ്ങൾ പതിപ്പിച്ച നക്ഷത്രപ്രഭ ചിതറുന്ന വിളക്ക് തട്ടങ്ങൾ. ജനാലുകളുടെ പുറമെ ദൃശ്യമാകുന്ന മഹത്തായ ഗ്രാമീണ ഭംഗി നിറഞ്ഞൊഴുകുന്ന നദികൾ, മനോരഞ്ജകമായ ഉദ്യാനങ്ങൾ. ഇതിനെല്ലാം ഉപരി ആകർഷണീയത ഉടലെടുത്തതുപോലെ അതിസുന്ദരമായ ആഭരണങ്ങൾ അണിഞ്ഞ് മുറിയുടെ മധ്യഭാഗത്ത് ഏകദേശം 10 വയസ്സ് തോന്നിക്കുന്ന രാജകുമാരനായ ശ്രീകൃഷ്ണൻ ആംഗ്യം കൊണ്ട് എന്നെ അരികിലേക്ക് വിളിച്ചു. വരൂ, നമുക്ക് കളിക്കാം. ഈ ദർശനങ്ങളിൽ നിന്ന് താഴേക്ക് വന്ന എൻ്റെ ചേതന സാധാരണ നിലയിലായി. ഞാൻ കണ്ണുകൾ തുറന്ന് 4 വശത്തേക്ക് നോക്കി. അവിടെ ഉണ്ടായിരുന്ന മാതാക്കൾ മുഴുവൻ എൻ്റെ ചുറ്റിലും ഇരുന്ന് അവരെന്നെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. ഇത് കണ്ട ഭയപ്പാടിൽ ഞാൻ കരയാൻ തുടങ്ങി. എനിക്കെന്ത് സംഭവിച്ചു? ഈ മാതാക്കളെല്ലാം എന്തിനാണ് എന്നെ ഇങ്ങനെ തുറിച്ചു നോക്കുന്നത്? ഉടൻ തന്നെ എൻ്റെ അമ്മ അരികിലെത്തി എന്നെ ആശ്വസിപ്പിച്ചു. വളരെ സ്നേഹത്തോടു കൂടി ഞാൻ എന്തൊക്കെയാണ് കണ്ടതെന്ന് അവരോട് പറയാൻ അമ്മ ആവശ്യപ്പെട്ടു. കാരണം ഇവിടെ ഇരുന്ന അമ്മമാർക്കറിയാം ഈ കുട്ടി ട്രാൻസ് അവസ്ഥയിലായിരുന്നു. ആ സമാധി അവസ്ഥയിൽ എന്തെല്ലാമോ ദിവ്യ അനുഭവങ്ങൾ ഭഗവാൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് കേൾക്കാനുള്ള ആഗ്രഹത്തിലാണ് അവർ ചുറ്റും കൂടിയിരുന്നത്. പക്ഷെ കുട്ടി കൊച്ചുകുട്ടിയല്ലേ, 9 വയസ്സല്ലേ. അപ്പോൾ എല്ലാവരും കൂടി തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ടപ്പോഴേക്കും കുട്ടി പേടിച്ചു. എന്നാൽ ഞാൻ കണ്ട കാര്യം പറയുക അത്ര എളുപ്പമായിരുന്നില്ല. ഞാൻ ആരെയാണ് കണ്ടത് അതുപോലെ എനിക്ക് മനസ്സിലായില്ല. കണ്ടതിന് ശേഷം എനിക്ക് മനസ്സിലായി അത് രാജകുമാരനായ ശ്രീകൃഷ്ണനായിരുന്നു എന്ന്. അപ്പം അത്ര മനസ്സിലായിരുന്നില്ല. പിന്നീടാണ് ദാദിക്ക് അത് കൃഷ്ണനാണെന്ന് പോലും മനസ്സിലാവുന്നത്. പക്ഷേ തത്സമയം എനിക്ക് യാതൊരു നിശ്ചയവുമില്ലായിരുന്നു. കണ്ടപ്പോൾ അത് ശ്രീകൃഷ്ണനാണെന്നേ അറിയുമായിരുന്നില്ല. ഈ സുന്ദരനായ കളിക്കൂട്ടുകാരൻ ആരായിരിക്കുമെന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. കൃഷ്ണൻ എന്ന പേര് പലരും ഉച്ചരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും കൃഷ്ണ വിഗ്രഹങ്ങൾ കാണുന്നതിന് എനിക്കതുവരയ്ക്കും ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട്
എനിക്ക് കിട്ടിയ ദർശനങ്ങളെക്കുറിച്ച് ഏതോ ഒരു മഹാരാജാവിൻ്റെ മകൻ എന്ന് തോന്നുന്ന രീതിയിലുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും ധരിച്ച അതിമനോഹരനായ സന്തോഷവാനായ ഒരു ബാലനെ ഒരു കൊട്ടാരത്തിൽ കണ്ടു എന്നാണ് ദാദി അമ്മമാരോടെല്ലാം പറഞ്ഞത്. കൃഷ്ണനെ കണ്ടു എന്ന് പറയാൻ പോലും അറിയുമായിരുന്നില്ല ദാദിക്ക്. കാരണം അത് കൃഷ്ണനാണെന്ന് ദാദിക്ക് അറിയില്ല. എന്താ കാരണം പറഞ്ഞ്? കൃഷ്ണൻ്റെ ഒരു ഫോട്ടോസും അതുവരയ്ക്കും കണ്ടിട്ടേ ഇല്ല. കൃഷ്ണൻ ആരാണെന്ന് അറിയില്ല. കൃഷ്ണൻ എന്ന വാക്ക് കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. അതുപോലെ ഒന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ആ കുട്ടിയെപ്പോലെ ഒരാളെ ഞാൻ മുൻപ് കണ്ടിട്ടില്ല. സങ്കല്പിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഒരാളെ. ഇത്തരത്തിലൊക്കെ മാത്രമേ എനിക്ക് അവിടെ കൂടിയവരോട് ഞാൻ കണ്ട ദർശനത്തെക്കുറിച്ച് പറയാൻ കഴിഞ്ഞിരുന്നുള്ളൂ. ആ കുട്ടിക്ക് എന്നെ അറിയാം എന്ന് തോന്നി. കൂടെ കളിക്കാനും നൃത്തം ചെയ്യാനും ആ കുട്ടി എന്നെ ക്ഷണിച്ചു. ഞാൻ കാര്യങ്ങൾ വളരെ മോശമായ രീതിയിലൊക്കെയാണ് ധരിപ്പിച്ചതെങ്കിലും പുരാണങ്ങൾ വളരെയധികം വായിച്ചിട്ടുള്ള എൻ്റെ അമ്മയ്ക്ക് അത് ശ്രീകൃഷ്ണൻ തന്നെ ആയിരുന്നു എന്ന് അമ്മയ്ക്കുടൻ മനസ്സിലായി. മകൾ കണ്ടത് കൃഷ്ണനെയാണെന്ന്. ശ്രീകൃഷ്ണൻ്റെ കുറേ ചിത്രങ്ങൾ, വിഗ്രഹങ്ങൾ എവിടെ നിന്നൊക്കെയോ എടുത്തു കൊണ്ടുവന്ന് എനിക്ക് കാണിച്ചു തരാൻ തുടങ്ങി. ഇതുപോലെയായിരുന്നു എന്ന് ഓരോ കൃഷ്ണൻ്റെ ചിത്രങ്ങൾ മാറ്റി മാറ്റി കാണിച്ചു തന്നിട്ട് എന്നോട് ചോദിച്ചു. എന്നാൽ ദേവതകളുടെ ചിത്രം വരയ്ക്കുന്ന ചിത്രകാരന്മാർക്കൊന്നും സ്വർഗത്തിലെ കൃഷ്ണൻ്റെ ദിവ്യദർശനം ലഭിച്ചിട്ടല്ലല്ലോ അവർ കൃഷ്ണൻ്റെ ചിത്രങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ കണ്ട കൃഷ്ണനും ഫോട്ടോസിൽ കാണിച്ചെന്ന് കൃഷ്ണനും തമ്മിലും വ്യത്യാസമുണ്ടായിരുന്നു. അമ്മ എനിക്ക് കാണിച്ചു തന്ന കൃഷ്ണ വിഗ്രഹങ്ങൾക്കൊന്നും തന്നെ ഞാൻ കണ്ട കൃഷ്ണനുമായി ഒരു സാമ്യവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആലോചിച്ച് നോക്കണം. കൃഷ്ണൻ്റെ ഫോട്ടോസും വിഗ്രഹങ്ങളും ഇഷ്ടം പോലെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ദാദി പറയുന്ന സ്വർഗത്തിൽ ഞാൻ കണ്ട കൃഷ്ണനും ഇവിടുത്തെ ഫോട്ടോസും തമ്മിൽ യാതൊരു സാമ്യതയില്ല. അതിസുന്ദരനായ എൻ്റെ ദർശനത്തിൽ ഉണ്ടായിരുന്ന കൃഷ്ണൻ എവിടെ? ഈ ചിത്രകാരന്മാർ വരച്ചു വച്ചിരിക്കുന്ന കൃത്രിമവും വിരസങ്ങളുമായ ചിത്രങ്ങൾ എവിടെ? തമ്മിൽ എത്ര അന്തരെന്ന് പറയണത് ആദ്യം. അതുകൊണ്ട് ഞാൻ കണ്ടത് കൃഷ്ണനെ തന്നെ ആയിരുന്നു എന്നത് ആ ചിത്രങ്ങൾ നോക്കി എനിക്ക് പറയാനും കഴിഞ്ഞില്ല. കാരണം ആ ചിത്രവും ഒറിജിനൽ ഞാൻ കണ്ട ആളും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടായിരുന്നു. എന്നാൽ പുറമേക്കുള്ള വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, ചുറ്റുപാടിലുള്ള ദൃശ്യങ്ങൾ ഇവയിലെല്ലാം കുറച്ചൊക്കെ സാമ്യത തോന്നി. എല്ലാറ്റിനും ഉപരി ആ കുട്ടിയുടെ കയ്യിൽ ഒരു ഓടക്കുഴൽ ഉണ്ടായിരുന്നത് കൊണ്ട് അത് വെച്ച് ആ ചിത്രങ്ങളുമായി സാമ്യപ്പെടുത്തി അത് കൃഷ്ണൻ തന്നെ എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ ഞാൻ കണ്ട കൃഷ്ണൻ എത്രയോ സുന്ദരനായിരുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ആർട്ടിസ്റ്റ് വരച്ച് വയ്ക്കുന്ന ചിത്രങ്ങൾ തന്നെ, വിഗ്രഹങ്ങൾ തന്നെ എത്ര സുന്ദരം. പക്ഷെ ദാദി എന്താ പറഞ്ഞേ? ആ കൃഷ്ണനും ഞാൻ കണ്ട കൃഷ്ണനും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഈ ഫോട്ടോസ് വെച്ച് നോക്കിയ ദാദി ഒറിജിനലി കണ്ട ശ്രീകൃഷ്ണൻ ഇതിനേക്കാളൊക്കെ എത്രയോ സുന്ദരനായിരുന്നു എന്ന് പറയണ ദാദി. അപ്പോൾ ഒറിജിനലി ശ്രീകൃഷ്ണൻ്റെ സൗന്ദര്യം എത്ര ഉയർന്നതായിരുന്നു എന്ന് നമുക്ക് ദാദിയുടെ ഈ വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അക്കാലത്ത് വളരെയധികം കുട്ടികൾക്കും മുതിർന്നവർക്കും അത്തരം ദർശനങ്ങൾ ലഭിച്ചിരുന്നു. അത്യത്ഭുതവും അത്യാനന്ദജനകവുമായ ഇത്തരം ദർശനങ്ങളുടെ ഒരു പ്രവാഹം തന്നെ ആ സമയത്ത് ഉണ്ടായിക്കൊണ്ടിരുന്നു.
ആ ആനന്ദ നിർവൃതി അനുഭവിച്ചവരുടെ എണ്ണം ദിവ്യദർശനത്തിലൂടെ ദിനം പ്രതി വർദ്ധിച്ചു വന്നു. നിറയെ പേർക്ക് ദർശനങ്ങൾ കിട്ടാൻ തുടങ്ങി. പ്രകാശത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വർഷപാതത്തിൽ കുതിർന്നതുപോലെ ഒരാത്മീയ ബോംബിൻ്റെ പൊട്ടിത്തെറിയുണ്ടായി. സ്പിരിച്വൽ റെവല്യൂഷൻ അവിടെ ആരംഭിക്കുകയാണ്. അതിൻ്റെ പ്രസരം വളരെ വ്യാപകമായി തന്നെ അനുഭവമായി. ആത്മീയ ബോംബ് പൊട്ടിയതിൻ്റെ എഫക്റ്റ് വളരെ ദൂരത്തേക്കുണ്ടായി. ആത്മീയതയിലേക്ക് അല്പമെങ്കിലും ചായ്വും ഉള്ളിൻ്റെ ഉള്ളിൽ ഈശ്വരീയ സ്നേഹത്തിൻ്റെ നേരിയ അംശമെങ്കിലോ ഉണ്ടായിരുന്നവർക്കെല്ലാം തന്നെ വിചിത്രതരങ്ങളായ അനുഭവങ്ങളുണ്ടായി. വിചിത്ര അനുഭവങ്ങൾ. പ്രപഞ്ചം മുഴുവനും യാത്ര ചെയ്യുന്നത് പോലെ ഈശ്വരീയ ശക്തി ഈ പഞ്ചഭൂതാത്മകമായ ലോകത്തിലേക്ക് പാഞ്ഞു കയറുന്നത് പോലെ തോന്നി. ലോക ചരിത്രത്തിന് തന്നെ അജ്ഞാതമായിരുന്നു ആ വക അനുഭവങ്ങൾ. ലോകചരിത്രത്തിന് അജ്ഞാതമായ അനുഭവങ്ങൾ. അവിശ്വസനീയം എന്ന് തോന്നിയത് വെറുതെ സാധാരണം എന്ന നിലയിൽ ആകുന്നത് പോലെയും അസാധ്യമെന്ന് തോന്നിയത് എത്രയോ എളുപ്പം എന്ന് തോന്നുന്നത് പോലെയും ശരീരം മറപ്പിച്ചു പറയാണ് ദേഹത്തെ. സ്വയം അനശ്വരതയിലേക്ക് വഴിമാറി. ദേഹമാണെന്ന ബോധം എല്ലാവർക്കും മറക്കാൻ കഴിഞ്ഞു. അനശ്വര ആത്മബോധത്തിലേക്ക് ഉയർന്നു. അജ്ഞതയുടെ സ്ഥാനം ജ്ഞാനം ഏറ്റെടുത്തു. അജ്ഞത മാറിയിട്ട് ജ്ഞാനപ്രകാശം വരാൻ തുടങ്ങി. ദിനം പ്രതി വളർന്നുകൊണ്ടിരുന്ന ഈശ്വരീയ കുടുംബം ആനന്ദത്തിൽ ആറാടി. ആത്മീയ ലഹരിയിൽ ശ്രുതി മധുരമായി അവർ പാടി. അവരുടെ അനുഭവങ്ങളെല്ലാം അവർ പാട്ടുകളായി എഴുതി പാടാൻ തുടങ്ങി. ബാബയെക്കുറിച്ചുള്ള അത്തരം പാട്ടുകളുടെ മാധുര്യം അവരുടെ അധരങ്ങളിലും ഹൃദയങ്ങളിലും സദാ നിറഞ്ഞു നിന്നു. ആ ഗാനങ്ങളിലൂടെ അവർ ഈ അപവിത്രമായ ശരീരത്തിൽ നിന്ന് മുക്തമായി സമ്പൂർണ്ണ അവസ്ഥയിൽ സ്നേഹസാഗരനായ ബാബയിൽ ലയനം പ്രാപിക്കുന്ന അനുഭവം ചെയ്തു. ബാബയുടെ അനുഭവത്തെക്കുറിച്ചുള്ള പാട്ടുകൾ എഴുതി പാടിപ്പാടി അത് ആനന്ദ നിർവൃതിയിലായി അവർ അതിൽ തന്നെ സ്നേഹക്കടലായ ഭഗവാന്റെ ഓർമ്മയിൽ അവർ ലയിച്ചു. എല്ലാ ദിവസവും സത്സംഗം കഴിയുമ്പോൾ ബാബ തൻ്റെ ഓരോ കുട്ടികളുടെയും അരികിലെത്തുമായിരുന്നു. ആ ദൃഷ്ടിയിലൂടെ ബാബ അടുത്തെത്തി ദൃഷ്ടി കൊടുക്കുമ്പോഴാണ് പവിത്രമായ പിതൃസ്നേഹത്തിൻ്റെ മധുരം ഓരോ കുട്ടിയും അനുഭവിച്ചു. ബാബയുടെ ദൃഷ്ടി എടുത്തുകൊണ്ടിരിക്കുക. ആത്മബന്ധത്തിൻ്റെ ശക്തി നിറഞ്ഞ ഏതോ ഒരു സുരക്ഷിതമായ സ്ഥലത്ത് എത്തപ്പെട്ടതായി ഓരോരുത്തർക്കും ബോധ്യമായി. ലോകത്തിലെ ഏറ്റവും സുരക്ഷിത കേന്ദ്രത്തിൽ ഞാൻ എത്തിച്ചേർന്നിരിക്കുകയാണെന്ന് ബാബയുടെ ദൃഷ്ടി അനുഭവത്തിൽ വന്ന ഓരോരുത്തർക്കും ബോധ്യമായി. സുരക്ഷിതവും ഭദ്രവുമായ സ്ഥാനം എന്ന ഫീലിംഗ് ഉണ്ടായി. സുരക്ഷിതവും ഭദ്രവുമായ സ്ഥാനം. ബാബ എപ്പോഴും കുട്ടികളെ എന്നാണ് വിളിച്ചിരുന്നത്. ബച്ചേ എന്ന് ബാബ വിളിക്കുമ്പോൾ ഹൃദയത്തിൽ പൂമഴ പെയ്യുന്ന അനുഭവമായിരുന്നു. മക്കളെ എന്ന് ബാബ വിളിക്കുമ്പോൾ
ഈ വിളി കേൾക്കുന്ന ആത്മാവ് ബാബ കുഞ്ഞുങ്ങളെന്ന് വിളിക്കുമ്പോൾ ഈ വിളി കേൾക്കുന്ന ആത്മാവ് മാംസനിബിഡമായ ശരീരമാകുന്ന അതിൻ്റെ കൂട് ഉപേക്ഷിച്ച് ഒരു സ്വതന്ത്ര പക്ഷിയെപ്പോലെ വിഹായസിലേക്ക് ആനന്ദത്തിൻ്റെ മേഖലകളിലേക്ക് പറന്നുയർന്നു. ആനന്ദത്തിൻ്റെ മേഖലകളിലേക്ക് പറന്ന് ഉയർന്നു. തികഞ്ഞ ആനന്ദവായ്പോടെ ആ ആത്മാക്കൾ തിരിച്ചു വിളിച്ചു. ബാബ മക്കളേന്ന് വിളിക്കുമ്പം മക്കളെന്ത് വിളിച്ചു? ബാബാ ബാബാ. ബാബാ എന്ന ഈ ഒരൊറ്റ വാക്ക് ഓരോ അധരത്തിലും സദാ ഉണ്ടായിരുന്നു. നമ്മളുടെ ഉള്ളിലുമില്ലേ? ബാബയുടെ ആ വിളി, മധുരമായ കുട്ടികളെ, ദിവസവും മുരളിയിലുള്ള ആ വിളിയല്ലേ നമ്മളെ ബാബയുടെ അടുത്തേക്ക് കൂടുതൽ അടുപ്പിക്കണേ. ആലോചിച്ച് നോക്കൂ. നമ്മളെന്തെല്ലാം കയ്പ് സ്വഭാവം കാണിച്ചാലും ബാബ വീണ്ടും എന്താ വിളിക്കണേ? മധുരമായ കുട്ടികളെ. ബാബ എന്ന ഈ വിളി ഓരോ അധരത്തിലും സദാ ഉണ്ടായിരുന്നു. ബാബ എന്ന് ഉരുവിടുന്ന സമയത്ത് അവരുടെ കണ്ണുകളിൽ നിന്ന് ആനന്ദ അശ്രുക്കൾ പ്രവഹിച്ചു. എങ്ങനെ? ശിവലിംഗത്തിൽ ധാരയായി വീഴുന്ന നെയ്യ് പോലെ. മുതിർന്നവരായാലും ചെറിയ കുട്ടികളായാലും ഓരോരുത്തരും ബാബ മുന്നിൽ നിൽക്കുമ്പോൾ മനസ്സിലാക്കി തങ്ങൾ നിൽക്കുന്നത് ആത്മാക്കളുടെ എല്ലാം പരമപിതാവിൻ്റെ മുന്നിലാണ്. ബ്രഹ്മബാബയെ ഒറ്റയ്ക്കാരും കണ്ടിരുന്നില്ല. ബ്രഹ്മബാബയുടെ ഭ്രൂമധ്യത്തിൽ പരംപിത പരമാത്മാവുണ്ട്. ഈശ്വരൻ്റെ മുന്നിലാണ് തങ്ങൾ നിൽക്കുന്നതെന്ന് എല്ലാവർക്കും അനുഭവമായിരുന്നു. ഈ ലോകത്തിൻ്റെ മുഴുവൻ സൃഷ്ടികർത്താവിൻ്റെ മുന്നിലാണ് സത്യമായ മതം പഠിപ്പിക്കുന്ന ഒരേ ഒരു ടീച്ചറിൻ്റെ മുന്നിലാണ് നിൽക്കുന്നതെന്ന് അവർക്ക് അനുഭവമായി. സത്യമായ അച്ഛൻ്റെ മുന്നിൽ, സത്യമായ ടീച്ചറിൻ്റെ മുന്നിലാണ്, സൃഷ്ടികർത്താവിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. ഈ അനുഭവം ഓരോ മക്കൾക്കും ഉണ്ടായി. ഓം ശാന്തി. ഇന്ന് ബാബയിൽ നിന്ന് കേട്ടപ്പോൾ, ബാബയുടെ ഈ ചരിത്രം കേട്ടപ്പോൾ ഇന്ന് എന്ത് വിശേഷ അനുഭവമുണ്ടായോ? ഏത് പോയിൻ്റ് സ്ട്രൈക്ക് ചെയ്തോ? ഓരോ ദിവസവും ആ ലക്ഷ്യം വയ്ക്കണം. അതിൻ്റെ നോട്ട്സ് ഉണ്ടാക്കണം കേൾക്കുന്നതിനോടൊപ്പം. ആ നോട്ട്സ് സെപ്പറേറ്റ് എഴുതി വെച്ച് നാളെ ബാബയുടെ ജീവിതഗാഥ കേൾക്കുന്നതിന് മുമ്പ് അന്നന്ന് നമ്മൾ എന്താണോ കേൾക്കുന്നത് ആ കേൾക്കുന്ന പോയിൻ്റ് ഇന്ന് ബാബയിൽ നിന്ന് കേട്ട ഒരു പോയിൻ്റെങ്കിലും എനിക്ക് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ജനുവരി 18 ആകുമ്പോഴേക്കും ബാബ് സമാൻ എന്ന സ്ഥിതിയിലെത്താൻ ബാബയിൽ നിന്ന് ഓരോരോ പോയിൻറ്റും നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ब्रह्मा बाबा आंखों के सामने से आंखों में तुम समाए थे आज ही के दिन। ओ प्राण प्यारे बाबा प्राणों को करके अर्पण संपूर्णता को पाए थे आज ही के दिन। ओ
बाबा आंखों के सामने से आंखों में तुम समाए थे आज ही के दिन 18 जनवरी 18 जनवरी 18 जनवरी आज ही के दिन। कहते हैं त्याग तप किसको सब करके वो सिखलाया, कहते ही नहीं थे बाबा सब करके भी दिखलाया। कहते हैं त्याग तप किसको सब करके वो सिखलाया, कहते ही नहीं थे बाबा सब करके भी दिखलाया। बन उदाहरण दिखलाए आज ही के दिन, आंखों में तुम समाए थे आज ही के दिन। ओ प्यारे ब्रह्मा बाबा आंखों के सामने से आंखों में तुम समाए थे आज